വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 3, 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ ജ്ഞാനസ്നാനം. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. സ്നാനം സ്വീകരിച്ചുകൊണ്ട് യേശു തന്റെ ദൗത്യത്തിന് തുടക്കം കുറിക്കുന്നു. യേശു ഏറ്റെടുക്കുകയും പിന്നീട് പൂർത്തീകരിക്കാനും ഇടവന്ന രക്ഷണീയ കൃത്യം നിർവഹിക്കുന്നതിന് തന്നെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമെന്ന നിലയിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ യേശു തീരുമാനിക്കുന്നു. അതിനായി ഗാലിലിയിൽ നിന്ന് യോർദാൻ നദീതടത്തിലേക്ക് യേശു ചെല്ലുന്നു. അവിടെ തന്റെ മുൻഗാമി കൂടിയായ യോഹന്നാൻ മാംദാന് അനുതപിക്കുന്ന പാപികൾക്ക് സ്നാനം നൽകിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. യേശു യോഹന്നാനെ സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യോഹന്നാൻ വിസ്മയത്തോടുകൂടെ യേശുവിനോട് സംസാരിക്കുന്നു. ഞാൻ അങ്ങയുടെ പക്കൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കെ അങ്ങ് എന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ എവിടെ എത്തുന്നുവോ? യോഹന്നാനെ സംബന്ധിച്ച് ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല യേശുവിന് സ്നാനം നൽകുക എന്നുള്ള പ്രക്രിയ. കാരണം താൻ അതിന് യോഗ്യനല്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു യോഹന്നാനെ അത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു കാണുക. അതിന് ഉത്തരമായിട്ട് യേശു അല്പം ആധികാരിക ഭാവത്തോടുകൂടി തന്നെ യോഹന്നാനോട് സംസാരിക്കുന്നു. ഇപ്പോൾ എന്നെ അനുസരിക്കുക, അങ്ങനെ എല്ലാ നീതിയും ഇതിനാൽ പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിനെ യോഹന്നാൻ സ്നാനം നൽകുകയാണ്. സ്നാനം നൽകുന്നതിനായി യോർദാൻ നദിയിലേക്ക് ഇറങ്ങിയ യേശു സ്നാനം സ്വീകരിച്ചതിന് ശേഷം നദിയിൽ നിന്ന് പുറത്തു വരുന്നതോടുകൂടെ ഒരു ഇടിനാദം പോലെ ഒരു ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. എല്ലാവരും വിസ്മയിച്ചു പോയി. മത്തായി നമ്മോടായിട്ട് പറഞ്ഞു തരുന്നത്, സ്വർഗം തുറക്കപ്പെട്ടു, പിതാവായ ദൈവത്തിന്റെ സ്വരം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. ഇതാ എനിക്ക് പ്രിയപ്പെട്ട പുത്രൻ, ഇവനെ നിങ്ങൾ ശ്രവിക്കുക. ഇതായിരുന്നു ആ സ്വരം. യേശുവിന്റെ സ്നാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം, ആ തീരുമാനത്തിന്റെ സ്ഥിരീകരണം എന്ന രീതിയിലാണ് പിതാവിൻ്റെതായിട്ടുള്ള അംഗീകാരം അവിടെ ലഭിക്കുന്നത്. അങ്ങനെ എല്ലാവിധത്തിലും ദൈവീകമായ അംഗീകാരത്തോടുകൂടെ യേശു രക്ഷണീയ കൃത്യം ഔപചാരികമായ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് തന്റെ പരസ്യ ജീവിതകാലം ആരംഭിക്കുകയാണ്.